അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹ്. മണ്ടിരിയോ, എല്ലാരും മണ്ടിരി മണ്ടിരി മണ്ടിരി. അത്ഭുതം, അത്ഭുതമല്ല മഹാത്ഭുതം. ഗിന്നസ് ബുക്കില് പേര് വരേണ്ട ഒരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത്. 4 പേര് മാത്രം, വെറും 4 പേര്, 4 പേരെ കൊണ്ട് ഒരു പ്രധാനപ്പെട്ട നഗരി, അതും കേരളത്തിന്റെ തലസ്ഥാന നഗരി, അവിടുത്തെ പ്രധാന റോഡുകളെല്ലാം ബ്ലോക്കായി. 4 ആളാണ് ബ്ലോക്കാക്കിയത്. നിങ്ങൾ എന്താ വിചാരിച്ച്? ശൈഖുന കാന്തപുര ഉസ്താദിന്റെ ഈ 4 മുത്തഅല്ലിമീങ്ങൾക്ക് മണിക്കൂറുകളോളം ഒരു പ്രധാനപ്പെട്ട നഗരി ബ്ലോക്കാക്കാൻ സാധിക്കുമെങ്കിൽ 40 ആളെങ്ങാനും വന്നിരുന്നെങ്കിൽ എന്തായതിന് അവസ്ഥ? അല്ല, ഞാനിങ്ങനെ ആലോചിക്കുക, ഈ നൗഷാദ് എന്ന് പറഞ്ഞാല് കളവിന് കയ്യും കാലും മുളച്ചവനാണോ, അതിലേറെ പമ്പര വിഡ്ഢിയാണോ? അല്ല, അത് 4 ആളെ കൊണ്ട് മണിക്കൂറുകളോളം ബ്ലോക്കാക്കാനൊക്കെ പറ്റൂന്ന് ഈ പടുജാഹിലല്ലാതെ പറയാൻ പറ്റുമോ? ഒരു സംഘടനയോടും അതിലുള്ള നേതാക്കന്മാരോടുമുള്ള വെറുപ്പ് കൊണ്ട് എന്തൊക്കെ പൊട്ടത്തരങ്ങള്, എന്തൊക്കെ ഭ്രാന്താ വിളിച്ചു പറയുന്നത്. ഒന്നും പറയാനില്ല, മിണ്ടാതിരുന്നൂടെ? ഒന്നുക നല്ലത് പറയാ, അല്ലെ മിണ്ടാതിരിക്കുക എന്നല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്? അതൊന്നും ഇവന് ബാധകമല്ല. ഇവൻ ജിഫിരി മുത്തുക്കോയ തങ്ങളെ കുറെ ചീത്ത പറഞ്ഞു. അതിന്റെ പേരിൽ സമസ്തക്കാരോട് നന്നായി ചീത്ത കേട്ടു, മിണ്ടിപ്പോരുതെന്ന് പറഞ്ഞു. അതോടുകൂടി പേടിച്ചു. സാധു പിന്നെ ചെറുപ്പയിൽ വന്നപ്പോ ഒരക്ഷരം മിണ്ടിയില്ല. ആ കൽപ്പ് തീർക്കാൻ വേണ്ടി പേരോട് ഉസ്താദിന്റെ മേലിൽ പിന്നെയും കുതിര കയറി. അങ്ങനെ കുറെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞു. അതിലൊരു പൊട്ടത്തരാണ് ഈ പൊട്ടത്തരം. മാനവ സഞ്ചാര യാത്രയിലും സംഗമത്തിലും പങ്കെടുത്തത് 4 ആളാണ് പോലും. ആ 4 ആള് മണിക്കൂറുകളോളം തിരുവനന്തപുരം നഗരം മൊത്തം ബ്ലോക്ക് ആക്കി എന്നാ പറയുന്നത്. ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള മനുഷ്യന്മാര്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളത്തരം പറയുന്നവനിക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വർത്താനം പറയുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതല്ല, ഇതിന്റെ അപ്പുറം പറയും. ഏതായാലും നമുക്കൊന്ന് കേട്ടുവെക്ക. ഇന്നലെ തിരുവനന്തപുരത്ത് വലിയ പരിപാടിയാക്കാൻ തീരുമാനിച്ചതായിരുന്നു. അതിനു മുമ്പ് ഇവിടെയൊക്കെ വലിയ പരസ്യം നടത്തി കേരളത്തിലുള്ള എല്ലാവരും അവിടെ വരണം. 3ാം കേരള യാത്രയുടെ സമാപനാണ്. ആകെ 4 ആളാ വന്ന, അതിന് മുത്താലിമീങ്ങളാ. നടന്നിട്ട് സകല വണ്ടിയും ബ്ലോക്കായി. അത് തന്നെ തലസ്ഥാന നഗരിയിൽ പ്രധാനപ്പെട്ട റോഡുകൾ മുഴുവനും ബ്ലോക്കാക്കി മണിക്കൂറുകളോളം. ജീവനില്ലേ, പാടാൻ കൊതിക്കുന്ന ഈണങ്ങളില്ലേ, ആ പാട്ടിലെല്ലാം മനുഷ്യരൊന്നല്ലേ. സൗഹൃദം നാടിന്റെ വേര്, കേരളം വാഴുന്ന പേര്, കേരളം വാഴുന്ന പേര്. ഒരു നിറം മാത്രം സിരകളിൽ പായുന്ന ജീവിതം നമ്മൾ മനുഷ്യർ. പലവർണ്ണ ഹൃദയങ്ങളായിട്ടുമഴകിൽ ചിരിതൂകിടുന്നീ മനുഷ്യർ. കണ്ടില്ല നിങ്ങൾ മാനവ സഞ്ചാരം? നേതാക്കൾ തന്നെ 100 കണക്കിന് ആളുകളുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട, ചെറിയ രാഷ്ട്രീയ പാർട്ടി മുതൽ വലിയ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ അടക്കമുണ്ട്. എല്ലാ മത നേതാക്കന്മാരും ഉണ്ട്. അതിന് പുറമെ അനുയായികളും പ്രവർത്തകരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഈ ഒരു സഞ്ചാരത്തെയാണ്, സംഗമത്തെയാണ് ഇവൻ 4 ആള് എന്ന് പറഞ്ഞത്. എന്നിട്ട് പൊട്ടം പറയാ, ഈ 4 ആളെ കൊണ്ട് ഒരു തലസ്ഥാന നഗരി മുഴുവനും മണിക്കൂറുകളോളം ബ്ലോക്കായി. എന്താ ഇവനെ വേണ്ടത്? നിങ്ങൾ തന്നെ തീരുമാനിക്കും. ഇവൻ നമ്മളെ പറ്റിക്കാൻ നോക്കിയതാട്ടോ. അതും പോരാ, നമ്മളെ തമ്മിൽ തല്ലിക്കാൻ നോക്കിയതാ. AP ഉസ്താദ്, പേരോട് ഉസ്താദ്, പൊന്മള ഉസ്താദ്, ഹക്കീം ഉസ്താദ്, ഇവര് 4 ആള് നേതൃത്വം നൽകിയിട്ട് ഇവര് ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തില് 10,000-കണക്കിന് ആളുകൾ വന്നു. അങ്ങനെ ബ്ലോക്കായി. അതാണ് ഇവൻ പറഞ്ഞത് അല്ലേ? കൊച്ചു കള്ള. ഞങ്ങനെ പറഞ്ഞാലെന്ത്, ഞങ്ങള് തപ്പി തല്ലൂല. ഞങ്ങൾക്ക് ഒരുപാട് നേതാക്കന്മാരുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇനി 4 ആളെ പേര് മാത്രം പറഞ്ഞത് ഞങ്ങളെ തല്ലിക്കാൻ എന്റെ പൂതി നടക്കൂലട്ടാ വിട്ടാ. സുഖല്ല എനിക്ക്. ചിലർ ഞങ്ങൾ സൂഫി ചിന്താധാരയിലാണെന്ന് പറഞ്ഞ് 24 മണിക്കൂറും ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പണ്ഡിതന്മാരെ ഇടിച്ചിതായിട്ട് സംസാരിച്ചും നടക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും പടച്ചവൻ സൂഫി ചിന്താധാരയിലേക്ക് വരാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുകയാണ്. ഞമ്മളെ ദീന് എന്ന് പറഞ്ഞാൽ സുന്നത്തി ജമാഅത്താണ്. ഇത് ഒരു കാലത്തല്ല, ഈ അടുത്ത കാലത്ത് വരെ പറയാൻ ആരേ ഉണ്ടായിരുന്നുള്ളൂ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് തൊവ്വലല്ലാഹു ഉംറഹു, വേറുള്ളവരൊക്കെ എതിർത്തക്കല്ലേ. മുജാഹിദിനെ പറയാൻ പാടില്ല, തബ്ലീഗിനെ പറയാൻ പാടില്ല, ജമാഅത്തെ ഇസ്ലാമിനെ പറയാൻ പാടില്ല, സുന്നി ഇത്ര ശക്തിയായി പറയാൻ പാടില്ല എന്നല്ലേ.
ഞാൻ ഒരു കൂട്ടരെയും എന്താക്കല്ല, മോശാക്കല്ല. നോക്കൂ നിങ്ങൾ, ഇന്ന് എല്ലാവരും വിളിച്ചു പറയുന്ന ഒരവസ്ഥയിലെത്തിയില്ലേ? എല്ലാവരും പറഞ്ഞു. മാത്രമല്ല, ചിലതിനെയൊക്കെ ദീനിന്റെ അകത്തുള്ള യുക്തിവാദികളാണ്, വേറെ ചിലര് ദീനിന്റെ പുറത്തുള്ള യുക്തിവാദികളാണ്. മാത്രമല്ല, ഈ വഹാബിസവും മൗദൂദിസവും എന്ന് ഇവിടെ നിന്ന് ഇല്ലാതാകുന്നോ അന്ന് മാത്രമേ ഇവിടെ സമാധാനമുണ്ടാവുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ പണ്ടേ പറഞ്ഞു വരുന്നത്, നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരുന്നത്. അത് പറഞ്ഞതിന്റെയും പഠിപ്പിച്ചതിന്റെയും പേരിൽ പല സ്ഥലത്തും പള്ളികളിൽ നിന്ന് നമ്മളെ ഇറക്കി വിടപ്പെടേണ്ടി വന്നു, അല്ലെങ്കിൽ നമ്മൾ ആക്രമിക്കപ്പെടേണ്ടി വന്നു. ഇതൊക്കെയായി അൽഹംദുലില്ലാഹ് ഇത്ര പെട്ടെന്ന് ഇത് മറ്റുള്ളവരും കൂടി അംഗീകരിക്കും എന്ന് ഞങ്ങളൊന്നും കരുതിയിട്ടില്ല. അതൊന്നും ഇനിയിപ്പം ഞാൻ ശൈഖുന ഉസ്താദിന്റെ കറാമത്താണ് എന്ന് പറഞ്ഞിട്ട് വേറുള്ളവരെ ബേജാറാക്കാൻ ഉദ്ദേശിക്കണില്ല. കാരണം നമ്മളെ ഉദ്ദേശം വേറുള്ളവരെ ബേജാറാക്കലല്ലോ, നമ്മൾ അവർക്കും കൂടി ദുആ ചെയ്യാണ്. അവർക്ക് ആ തൗഫീഖ് അല്ലാഹ് നിലനിർത്തി കൊടുക്കട്ടെ. ഞാൻ 2 ആഴ്ച മുമ്പ് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുടെ വീട്ടിൽ പോയി സുബഹി നിസ്കരിച്ചു. അരമണിക്കൂറിലധികം തങ്ങളടുത്ത് ഇരുന്നു കൊണ്ട് ഞാൻ സംസാരിച്ച വിഷയങ്ങൾ എന്താന്നല്ല പറയുന്നത്. എന്നോട് പറഞ്ഞു, ചുള്ളിക്കോടെ സുന്നത്തിയമായത്തിന്റെ വിഷയത്തിൽ അതിലിനി ഞങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയും ഞങ്ങളെ കൂട്ടത്തിൽ ആരും ചെയ്യൂല. അങ്ങനെ പറയാൻ കാരണം, ഇപ്പോ ആ കൂട്ടത്തുനിന്ന് ശക്തിയായി സുന്നത്തിയമായത്ത് പറയുന്ന ആളുകളെ 2 ആളെ പേര് ഞാൻ പറഞ്ഞു, ഓലൊക്കെ ഇപ്പൊ ഇത്രയും മൂക്കിൽ പറയാൻ തുടങ്ങിയ തങ്ങൾ പ്രസിഡന്റായിട്ട് അവിടെ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തങ്ങൾ അവരെ നീ മാറ്റി പറയാതെ നിൽക്കാൻ നോക്കണട്ടോ എന്ന് പറഞ്ഞു. ഇല്ലല്ല, ഇനി ആരും മാറ്റൂല. അൽഹംദുലില്ലാഹ്, ഇതിലും വലിയൊരു സന്തോഷം നമുക്ക് എന്താ വേണ്ടത്? അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും അതിൽ അടിയുറപ്പിച്ചു നിർത്തട്ടെ. നമ്മൾ മരിച്ചോല കബർങ്ങൽ വരെ ചെന്നിട്ട് തസ്ബീത്ത് ചെയ്യല് അല്ലാഹുമ്മ സബ്ബിതുഹു എന്നല്ല പറയുന്നത്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. അത് ഖബറിലും പറയണം, മരിക്കണതിന്റെ മുമ്പും പറയണം, സ്റ്റേജുമേലും പറയണം. അത് വേറെല്ലാവരും കൂടിയിട്ടുള്ള കോർഡിനേഷനിൽ അത് പറയാൻ കഴിയൂല എന്ന് ഇപ്പൊ അൽഹംദുലില്ലാഹ് ബോധ്യപ്പെട്ടു പോയി. വല്ലാത്തൊരു തൗഫീഖാണ് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾക്കും മറ്റും അള്ളാഹ് കൊടുത്തത്. അല്ലാഹു തആല അത്തരം മഹാന്മാർ, നമ്മളെ സുൽത്താനുൽ ഉലമ, റഈസുൽ ഉലമ, അതുപോലെ സയ്യിദുൽ ഉലമ, സുന്നത്തി ജമാഅത്തിന്റെ ഏതൊക്കെ ആലിമീങ്ങളും സാദാത്തീങ്ങളും ഉണ്ടോ അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. രാഷ്ട്രീയക്കാരോ അല്ലാത്തവരോ എന്തൊക്കെ ഓഫർ കൊണ്ടുവന്നാലും, അവരേതൊക്കെ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്താലും, സമ്പൂർണമായിട്ട് AP വിഭാഗത്തിന് കീഴടങ്ങി എന്ന് പറഞ്ഞാലും പ്രചരിപ്പിച്ചാലും, സുന്നത്തി ജമാഅത്തിന്റെ വിഷയം അതിന് ഒരു അളവ് വെള്ളം ചേർക്കാതെ പറയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അത് തന്നെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് മാത്രല്ല നമ്മുടെ വരും തലമുറക്കും, അങ്ങനെ ഇലാ യൗമിൽ ഖിയാമാ, ഖിയാമത്ത് നാൾ വരെ ഉള്ള വരുന്ന തലമുറക്ക് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതേ സമയം ശിർക്കും കുഫറും ആരോപിച്ചുകൊണ്ട് സ്വന്തം മതക്കാരെ കൊല്ലുന്നവർ, പിന്നീട് മറ്റുള്ള മതക്കാരെയും കൊല്ലണം എന്ന് പറയുന്നവർ, ഇവരൊക്കെ ആരാണ്? നമ്മളെ ഉലമാവ് പണ്ടേ പറഞ്ഞു അതൊക്കെ മുബ്തദീങ്ങളാണ്. ഇപ്പൊ എല്ലാരും പറയാൻ തുടങ്ങി മുസ്ലിമീങ്ങളെ തന്നെ അവര് ഖുറാഫികളാണ്, അല്ലെങ്കിൽ അവര് മുശ്രിക്കീങ്ങളാണ്, അതുകൊണ്ട് അവരെ കൊല്ലൽ നിർബന്ധമാണ്. വഇൻ അത്വഅ്തുമൂഹും വഇന്നകും ലമുശ്രികൂൻ. ഇതൊക്കെ അച്ചടിച്ച് വരല്ലേ നമ്മളെടുത്ത്. ഇതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന EK അബൂബക്കർ മുസ്ലിയാര്, കൂറ്റനാട് മുസ്ലിയാര്, 2 ആളെയും മുമ്പിൽ കാന്തപുരം FE അബൂബക്കർ മുസ്ലിയാർ, ഇവരെ പോലെയുള്ളവർ ഇന്നും ഉണ്ടല്ലോ. വഇൻ അത്വഅ്തുമൂഹും ഇന്നകും ലമുശ്രികൂൻ. അവർക്കെങ്ങാനും നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങളും മുശ്രിക്കീങ്ങൾ തന്നെയാണ് എന്ന് എഴുതി വെച്ച ബുക്ക് ഇപ്പോഴും കിട്ടും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മളെ മുസ്ലിമീങ്ങളെ തന്നെ കൊന്നു. കേരളത്തിൽ മാത്രല്ല, ലക്ഷക്കണക്കിന് ആളുകളെ മക്കത്തും മദീനത്തും കൊന്നു. സഹാബാക്കളുടെ ഒക്കെ ഖബറുകളൊക്കെ തട്ടിപ്പൊളിച്ച് നിരപ്പാക്കി. അവസാനം ബഹുമാനപ്പെട്ട ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നോമന മകന, മാരിയത്തുൽ ഖിബ്തിയ്യ എന്ന
അടിമ സ്ത്രീയിലുണ്ടായ കുട്ടി, ആ കുട്ടിന്റെ കബറുമേലുള്ള കുബ്ബ വരെ പൊളിച്ചു. ആ കുബ്ബ പൊളിക്കുമ്പോ ഷിർക്കിന്റെ അവസാനത്തെ കുബ്ബയും പൊളിച്ചു എന്ന് മലയാളത്തില് നിങ്ങൾ കണ്ടില്ലേ റിപ്പോർട്ട് വന്നത്? ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവർകള് വന്നു. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് നിങ്ങളൊക്കെ കരുതിയതുപോലെ തന്നെ വേഗം എത്തിയിട്ടുണ്ട്. ഇനി ശൈഖുന ഉസ്താദ് അവർകൾ നമുക്ക് നസീഹത്ത്. അപ്പൊ ഞാൻ ആ പറഞ്ഞത് ഞാൻ മതിയാക്കിട്ടോ. ഞാൻ പറഞ്ഞത് സുന്നത്തി ജമാഅത്തിന്റെ ഈ ആശയങ്ങള് ഇത്ര പെട്ടെന്ന് മറ്റുള്ളവരൊക്കെ അങ്ങോട്ട് അംഗീകരിച്ച് പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥ വരുമെന്ന് നമ്മളാരും കരുതിയില്ല. ഏതായാലും ഇനി അത് നമ്മളെ പൗറാണ് എന്നൊന്നും പറഞ്ഞ ആരെയും ദേഷ്യം പിടിപ്പിക്കണ്ടെന്നും കൂടി ഞാൻ കൂട്ടത്തിൽ പറയാണ്. നമ്മൾ മനസ്സിലാക്കി വെക്കുക, ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവർകൾ പറഞ്ഞ സ്ഥലത്താണ് കാര്യങ്ങൾ എല്ലാം നിലകൊള്ളുന്നത്. ഉസ്താദ് അന്നേ നമ്മളെ പഠിപ്പിച്ചത് തീവ്രവാദമായിരുന്നില്ല, അത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല. ഏതെങ്കിലും മഹല്ലില് ഉസ്താദിന്റെ ശിഷ്യന്മാരോ അനുയായികളോ രണ്ടാമതൊരു പള്ളി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മദ്രസ ആരംഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അവിടുത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല. മറിച്ച് സുന്നത്തി ജമാഅത്തിന്റെ വിഷയം ഉള്ളതുപോലെ പറയാൻ നിലവിലുള്ള പള്ളികളിലും മദ്രസകളിലും പറ്റാതെ വരികയും സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾക്ക് എന്ത് കളിയും ആ കമ്മിറ്റിയെ ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ പറ്റുന്ന ഒരവസ്ഥയുമായപ്പോൾ വളരെ പ്രയാസത്തോടുകൂടിയാണ്, അങ്ങേ അറ്റത്തെ വിഷമത്തോടുകൂടിയാണ് തറവാട്ട് പള്ളിയിൽ നിന്ന് പല നാട്ടിലും ഇറങ്ങി അപ്പുറത്ത് ഒരു ഷെഡ് കെട്ടി അവിടെ പിന്നെ കൂടി ക്രമേണ ഒരു പള്ളി ഉണ്ടാക്കേണ്ടി വന്നത്. അതുപോലെ 4 കുട്ടികളാണെങ്കിൽ 4 കുട്ടികളെ കൊണ്ടുപോയി മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന, മാത്രമല്ല ഒരുപക്ഷെ കൂറയും എലിയും പാമ്പും വരെ, വാവ സുരേഷിനെ വരെ പാമ്പ് കടിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ അത് നമുക്കറിയാം. ആ പാമ്പിന്റെ ഭീഷണി വരെ ഉള്ള സ്ഥലത്ത് ചെറിയ കുറ്റിപ്പുരയുണ്ടാക്കി നമ്മുടെ മദ്രസയുണ്ടാക്കിയത് പ്രിയപ്പെട്ടവരെ ഇന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ? അത് ഉസ്താദിന് ഞാനൊരു നേതാവായി എന്റെ ഉമ്മത്തൊന്ന് വേറിരിഞ്ഞ് എന്നിട്ട് ഞാൻ എന്ന് പറയാനായിരുന്നില്ല. മറിച്ച് ഈ ലോകത്തെ മുസ്ലിമീങ്ങളെ തീവ്രവാദികളെ അല്ലാതാക്കണമെങ്കിൽ, അവരെ ഭീകരവാദത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ, അവർക്ക് ശരിയായ സത്യവും അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയങ്ങളും പഠിപ്പിക്കണമെങ്കിൽ അതിന് തന്നെയെങ്കിലും സ്വാതന്ത്ര്യമുള്ള പള്ളികളും മദ്രസകളും നാട്ടിലുണ്ടാകണം. അല്ല എങ്കിൽ ഇസ്ലാം തന്നെ ജനങ്ങൾക്ക് അജ്ഞാതമാകും. യഥാർത്ഥ ദീൻ എന്താണെന്ന് അറിയാതെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വെൽഫെയർ പാർട്ടിയോ അതല്ലെങ്കിൽ SDPI അതൊന്നുമല്ലെങ്കിൽ മറ്റേതെങ്കിലും അൽഖായിദയോ ദായിഷോ ആണോ എന്ന് ലോകം ചിന്തിക്കുന്നൊരവസ്ഥ വരും. ആ ഒരവസ്ഥ വന്നാൽ അതിന്റെ അപകടം ഏതോ വ്യക്തികൾക്ക് ഏൽക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളോ പീഡനങ്ങളോ ആയിരിക്കില്ല, മറിച്ച് ഈ ദീനിന്റെ ശരീരത്തിലേൽക്കുന്ന ഏറ്റവും വലിയ പരിക്കായിരിക്കുമെന്നും അത് ദീന് ഇവിടെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന ദീർഘദൃഷ്ടി, അതാണ് പ്രിയപ്പെട്ടവരെ നമ്മളാക്കിയത്. ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് തന്നെ ഇത് വലിയൊരു വിഭാഗത്തിന് മനസ്സിലാകാതെ പോയവർക്ക് മനസ്സിലാകാൻ തുടങ്ങി എന്നത് നമ്മളാരും അഹങ്കരിക്കുകയല്ല, അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുകയാണ്. പടച്ചവനെ അതുപോലെ സത്യം മനസ്സിലാകാത്തവർക്ക് ഇനിയും മനസ്സിലാക്കി കൊടുത്ത് ഞങ്ങളെയും അവരെയും ഒക്കെ ഹിദായത്തിൽ നീ അടിയുറപ്പിച്ച് നിർത്തണേ എന്ന ദുആയോടുകൂടി എന്റെ ഈ ഉദ്ഘാടന പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.